ഇനി ഇതിനകത്ത് കാണിച്ചേക്കുന്ന റിയൽ ലൈഫ് ഇൻസിഡൻസ്, ഈ റിയൽ ലൈഫ് ഇൻസിഡൻസ് പറയാൻ നേരത്ത് സ്പോയിലർ ആകും എന്ന് ഒരു ധാരണ എനിക്കില്ല. കാര്യം ഫസ്റ്റ് കണ്ട അവർക്ക് അറിയാം ഇനി സെക്കൻഡിൽ എന്തൊക്കെയാണ് കണ്ടിന്യൂവേഷനായിട്ട് വരാൻ പോകുന്നത്. ഫസ്റ്റിനകത്ത് ഭരണം മാറിയിട്ടില്ല, ഇതിനകത്ത് ഭരണം മാറുന്നുണ്ട്, സർക്കാർ അധികാരം മാറുന്നുണ്ട്, മോദി സർക്കാർ കയറുന്നുണ്ട്, BJP അധികാരത്തിലേക്ക് വരുന്നുണ്ട്, സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവിടുത്തെ തീവ്രവാദികളുടെ ഉള്ളിലുണ്ടാകുന്ന നെഞ്ചെടുപ്പ് അത് നമുക്ക് ഇവിടെ ഇരുന്ന് ഫീൽ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഇതിനകത്ത് എടുത്തു വെച്ചേക്കുന്നത്. അതിനുശേഷം നോട്ട് നിരോധിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രശ്നം, അവന്മാരുടെ എല്ലാ പദ്ധതികളും പൊളിച്ചു കളയുന്ന ഒരടിയായിട്ട് നോട്ട് നിരോധനം കാണിച്ചേക്കുന്നു. അതിനുശേഷം പിന്നെ അങ്ങോട്ടേക്ക് വരാൻ നേരത്ത് ഉറിയിൽ നടക്കുന്ന പ്രശ്നവും പിന്നെ തിരിച്ചു കൊടുക്കുന്ന സർജിക്കൽ സ്ട്രൈക്കും ഇതൊക്കെ കാണാൻ നേരത്തുണ്ടല്ലോ നമുക്ക് എന്തോ അങ്ങോട്ടൊരു ആസൻ ഇന്ത്യൻ നമുക്ക് കുളിര് കോരുന്ന രീതിയിലാണ് എല്ലാം എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഇടക്കിടക്ക് ഒരു ന്യൂസ് കേൾക്കാറുണ്ട്, അവിടെ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടു, അജ്ഞാതം വന്ന് പാകിസ്ഥാനിലെ തീവ്രവാദിനെ വെടിവെച്ച് കൊന്നു, അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദിനെ വെടിവെച്ച് കൊന്നു. ആ അജ്ഞാതൻ ആരാണ്, അല്ലെ ആ അജ്ഞാതർ ആരാണ്, ആ രീതിയിൽ ഇതിനകത്ത് കാണിച്ചേക്കുന്ന ഒരു സംഭവം, അതൊക്കെ എൻ്റെ പൊന്നെ വൻ പരിപാടിയാണ്, വൻ പരിപാടി.